നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കർക്കിടക മാസം മുതൽ മീന മാസം വരെയുള്ള ഫലങ്ങളാണ്. അതായത് കർക്കിടക മാസത്തിൽ ജനിച്ചാൽ എന്താണ് ഫലം, അതുപോലെ മീനം വരെയുള്ള മാസങ്ങളിൽ ജനിച്ചാൽ എന്താണ് ഫലം, അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ജനിച്ചാൽ ഉഗ്ര സ്വഭാവിയും അന്യകാര്യതൽപരനും പ്രയത്നശീലനും സഞ്ചാരിയും ആയിത്തീരും. ചിങ്ങമാസത്തിൽ ജനിച്ചാൽ പശുക്കളോട് കൂടിയ സ്ഥലത്തിലും പർവ്വതത്തിലും വനത്തിലും വസിക്കുന്നതിൽ താൽപ്പര്യമുള്ള ആളായിരിക്കും. ശക്തനുമായി ഭവിക്കും. കന്നിമാസത്തിൽ ജനിച്ചാൽ ചിത്രമെഴുത്തുകാരനും കവിയും മൃദു സ്വഭാവിയും ദേഹശക്തിയില്ലാത്തവനും ആയി ഭവിക്കും. തുലാമാസത്തിൽ ജനിച്ചാൽ മദ്യം ഉണ്ടാക്കുന്നവനോ അല്ലെങ്കിൽ മദ്യവ്യാപാരിയോ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ളവനോ ആയിത്തീരും. സഞ്ചാരശീലനും നീചകർമ്മങ്ങളെ ചെയ്യുന്നവനും സ്വർണ്ണപ്പണി ചെയ്യുന്നവനോ സ്വർണ്ണ വ്യാപാരിയോ സ്വർണ്ണധാരിയോ ആയി ഭവിക്കും. വൃശ്ചിക മാസത്തിൽ ജനിച്ചാൽ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവനും വിഷവസ്തുക്കൾ കൊണ്ട് ധനം സമ്പാദിക്കുന്നവനും ശബ്ദശാസ്ത്ര നിപുണനും ക്രൂര സ്വഭാവിയും ആയിത്തീരും. ധനുമാസത്തിൽ ജനിച്ചാൽ ധനവാനും സജ്ജന പൂജകനും സ്വതന്ത്രശീലനും വൈദ്യശിരോമണിയും ചിത്രവേലകൾ ചെയ്യുന്നവനുമായി ഭവിക്കും. മകരമാസത്തിൽ ജനിച്ചാൽ മൂർഖ സ്വഭാവിയും നീചകർമ്മിയും കുൽസിത വസ്തുക്കൾ കൊണ്ട് വ്യാപാരം ചെയ്യുന്നവനും അല്പധനികനും ലുബ്ധനും അന്യരിൽ നിന്നും ലാഭം എടുക്കുന്നവനുമായി തീരും. കുംഭമാസത്തിൽ ജനിച്ചാൽ നീചകർമ്മിയും ഭാഗ്യഹീനനും ദരിദ്രനും പുത്രവിഹീനനും വീര്യശൗര്യങ്ങൾ ഉള്ളവനും ലോകർക്ക് ഇഷ്ടം കുറഞ്ഞവനും ആയിത്തീരും. മീനമാസത്തിൽ ജനിച്ചാൽ രത്നവ്യാപാരിയോ മത്സ്യവ്യാപാരിയോ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെയും രത്നങ്ങളുടെയും തത്വങ്ങളെ അറിയുന്നവനോ ജലം സംബന്ധിച്ച വസ്തുക്കൾ മൂലം ധനം സമ്പാദിക്കുന്നവനോ ആയി ഭവിക്കും. അപ്പോൾ കർക്കിടക മാസം മുതൽ മീനമാസം വരെ ജനിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.